കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് വിരലുകൾ ട്രിഗറിലാണ്. അമേരിക്കയെ വിറപ്പിച്ച് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 50 ദിവസങ്ങൾ കഴിയുകയാണ്. 50-ലേറെ ദിവസങ്ങളായി. അതിനിടയിൽ ഒരിക്കൽ പോലും ഇറാൻ വഴങ്ങുന്ന ഒരു സാഹചര്യം കണ്ടിട്ടില്ല. ഉപരോധങ്ങൾക്കിടയിലും സമ്മർദ്ദങ്ങൾക്കിടയിലും കരുത്തുറ്റ ഇറാനെയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിൽ ട്രംപ് ഭയപ്പെട്ടിരിക്കുകയാണ്. പാലങ്ങളെയും പവർ പ്ലാന്റുകളെയും എണ്ണ സൗകര്യങ്ങളെയും തകർക്കുമെന്ന ഭീഷണികൾ ഒരു വശത്തുയരുമ്പോൾ ഇറാനിൽ നിന്ന് ഉയരുന്നത് മറ്റൊരു സന്ദേശമാണ്: ഞങ്ങൾ വഴങ്ങില്ല, ഞങ്ങൾ വഴങ്ങില്ല, ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധമേഘങ്ങൾ കടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വയ്ക്കുന്ന സമ്മർദ്ദ നയങ്ങൾക്ക് മുന്നിൽ ഇറാൻ തന്റെ നിലപാട് കൂടുതൽ ശക്തമായിട്ട് ആവർത്തിക്കുകയാണ്. മിസൈലുകൾക്ക് ഇടവേള വന്നിട്ടുണ്ടാകാം, പക്ഷേ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും നയതന്ത്രപരവുമായിട്ടുള്ള പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെയല്ല, ഉപരോധങ്ങളും ആക്രമണങ്ങളും നേരിട്ടിട്ടും അത് എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. രാജ്യത്തിന്റെ സന്നദ്ധയും വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യവും അടിവരയിടുന്ന ഒരു സംയുക്ത സന്ദേശമാണ് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്പസ് എയർ സ്പേസ് നാവിക സൈന്യങ്ങളുടെ കമാൻഡർ പുറത്തുവിട്ടിരിക്കുന്നത്. ലക്ഷ്യങ്ങളുടെ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. വിരലുകൾ ട്രിഗറിലാണ്, ഞങ്ങളുടെ പിന്തുണ തെരുവുകളുടെ ഐക്യവും ഉദ്യോഗസ്ഥരുടെ ഐക്യവുമാണ് എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആ ഒരു പ്രഖ്യാപനത്തിൽ ഇപ്പോൾ ട്രംപ് ആകെ ഭയന്നിരിക്കുകയാണ്. സൈനിക മുന്നറിയിപ്പിനൊപ്പം തന്നെ ദേശീയ ഐക്യത്തെയും ജനപിന്തുണയും ഒരേ സമയം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച സന്ദേശമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ ദുർബലമായിട്ടുള്ള വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഇറാൻ തന്റെ നിബന്ധനകൾ അംഗീകരിക്കാത്ത പക്ഷം ഇറാനിയൻ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കാമെന്ന തരത്തിലുള്ള അമേരിക്കൻ മുന്നറിയിപ്പുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു വിവാദങ്ങൾക്ക് തുടക്കമായത്. ഇതിന് പിന്നാലെയാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് കമാൻഡർമാരും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഭീഷണിയിലാക്കുന്ന ഏത് നീക്കത്തെയും മറുപടി നൽകാൻ സന്നദ്ധമാണെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കുകയാണ്. രാജ്യത്തിനകത്തെ ഐക്യവും ദേശീയ മനോവീര്യവുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്നാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. ഇറാന് നേരത്തെ തന്നെ അറിയാം അമേരിക്കയുടെ നീക്കുപോക്കങ്ങൾ. അതെങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞാണ്. അതായത് ചൈനീസിന്റെ ഒരു ഉപഗ്രഹം അവരുടെ പക്കലുണ്ടായിരുന്നു, പണ്ട് വാങ്ങിച്ചതായിരുന്നു. അത് പ്രവർത്തിച്ചു കൊണ്ടായിരുന്നു അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും അല്ലെങ്കിൽ ഓരോ ലക്ഷ്യങ്ങളും അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ആ ലക്ഷ്യങ്ങൾ അറിയാവുന്നിടത്തോളം കാലം ഈ പറയുന്ന അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ഭയപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇറാന്റെ പ്രതികാര സിദ്ധാന്തത്തിലും മാറ്റമുണ്ടെന്ന സൂചനകൾ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. മുൻപ് കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരുന്നു പ്രതികരണം. വീണ്ടും ആക്രമണം ഉണ്ടായാൽ അതിലും ശക്തമായിട്ടുള്ള തിരിച്ചടിയാകാം എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് വെറും ഒരു വാചക പ്രതികരണം മാത്രമല്ല, മേഖലയിലെ ഊർജ്ജ സൗകര്യങ്ങൾ, സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വലിയൊരു സന്ദേശമാണ്. ഇറാന്റെ എണ്ണ മേഖലയെ ലക്ഷ്യമിടുന്ന ഏത് നീക്കവും അതേ മേഖലയിലുള്ള ആക്രമണകാരികളുടെ താല്പര്യങ്ങൾക്കും തിരിച്ചടിയാകാം എന്നതാണ് ഈ മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇതിനിടെ അറബ് ലീഗ് പുറത്തിറക്കിയ പ്രമേയത്തെയും ഇറാൻ ശക്തമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സേനയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച പ്രമേയം ഏകപക്ഷീയവും അസന്തുലിതവുമാണെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഇറാൻ വ്യക്തമാക്കുന്നത് തന്റെ നടപടികളെല്ലാം ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെ സ്വയം പ്രതിരോധ അവകാശത്തിന്റെ പരിധിക്കുള്ളിലാണ് എന്നാണ്. എന്തായാലും വിദേശ സൈനിക ശക്തികൾക്ക് സ്വന്തം പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങൾക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉത്തരവാദിത്വവും ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ഇസ്രയേൽ സൈനിക നീക്കങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളെ അപലപിച്ച് അറബ് ലീഗ് നടപടി ഏകപക്ഷീയമാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കുന്നത്. തങ്ങളുടെ നടപടികൾ കേവലം ആക്രമണമല്ല എന്നും മറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ആർട്ടിക്കിൾ 51 പ്രകാരം അനുവദനീയമായിട്ടുള്ള സ്വയം പ്രതിരോധമാണ് എന്നുമാണ് ഇറാന്റെ നിലപാട്. സത്യത്തിൽ അതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ യുദ്ധം തുടങ്ങിയത് ആരാണ്? അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ചതിക്കുഴിയിലൂടെയാണ് ഈ യുദ്ധം തുടങ്ങിയത്. എന്നിട്ട് അതിനെ പ്രതിരോധിച്ച് സ്വന്തം ജനങ്ങൾക്കും മണ്ണിനും സമ്പത്തിനും ഒക്കെ വേണ്ടി പ്രതിരോധിച്ച് നിൽക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ആ പ്രതിരോധിച്ച് നിന്ന ആ രാജ്യത്തെയാണ് ഇപ്പോൾ തള്ളിക്കളഞ്ഞുകൊണ്ടുവരുന്നത്. എന്തായാലും അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് കടക്കുമോ എന്നാണ് നോക്കേണ്ടത്. കാരണം ഇറാൻ
ഇറാന്റെ നിലപാട്, ഇറാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കത്തുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ്. മാത്രമല്ല തങ്ങളുടെ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത് അമേരിക്ക അനുസരിക്കണം, ഇല്ലെങ്കിൽ വർഷങ്ങളോ എല്ലാ തവണയും ഇങ്ങനെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകും, അത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോകും. എന്തായാലും അങ്ങനെ ആ ഒരു പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോയി ആക്രമണം നടത്തി അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് പറയാൻ ഇറാൻ തയ്യാറല്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിദേശ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നതിന് പകരം മേഖലയിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ അറബ് ലീഗ് തയ്യാറാകണമെന്നാണ് പറയുന്നത്. മാത്രമല്ല മേഖലയിലെ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണം പുറത്തു നിന്നുള്ള സൈനിക ഇടപെടലുകളും പലസ്തീനിൽ നീണ്ടു നിൽക്കുന്ന അധിനിവേശവുമാണെന്നാണ് ബഗായി ചൂണ്ടിക്കാട്ടിയത്. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്നതിനൊപ്പം തന്നെ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് സ്വന്തം മണ്ണോ സൗകര്യങ്ങളോ വിട്ടു നൽകാൻ രാജ്യങ്ങൾ അതിന്റെ അന്താരാഷ്ട്ര ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പ്രാദേശിക ഗവൺമെന്റുകൾ ഇത്തരം സൈനിക നടപടികൾക്ക് സഹായം നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന ഫലസ്തീനിൽ ഇസ്രയേൽ തൊടുത്തുവിട്ട ആക്രമണങ്ങൾക്ക് ആർക്ക് എന്താണ് പറയാൻ കഴിയുക? ആ ഒരു ആക്രമണവും അല്ലെങ്കിൽ യുദ്ധങ്ങളും ഒക്കെ നിർത്തിവെച്ചാൽ ഏത് നിമിഷവും ഈ പറയുന്ന നെതന്യാഹു ജയിലിലാകും. അത് പേടിച്ചിട്ടാണ് യുദ്ധം എന്ന് പറഞ്ഞിട്ട് യുദ്ധക്കൊതിയനായിട്ടുള്ള ഈ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോഴും ലബനാനിലേക്ക് ഈ നിയമലംഘനം നടത്തി ആക്രമണം നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരാണ് ഇവിടെ ആക്രമണം നടത്തുന്നത്? ആർക്കാണ് ആർത്തിയും അതുപോലെ തന്നെ യുദ്ധക്കൊതിയന്മാരും ആരാണെന്ന് ലോകത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എന്തായാലും ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച സൈനിക സംഘർഷ മേഖലയെ ആകെ നടുക്കിയിരുന്നു. ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും കമാൻഡർമാരെയും ലക്ഷ്യമിട്ട വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ സ്ഥിതിഗതികൾ വേഗമാണ് വഷളായത്. തുടർന്ന് ഇറാൻ മേഖലയിലെ അമേരിക്കൻ ഇസ്രയേലി താല്പര്യങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി പ്രതികാര നീക്കങ്ങൾ നടന്നതായിട്ട് അവകാശപ്പെട്ടു. ഇതോടെ പശ്ചിമേഷ്യ മുഴുവൻ വലിയൊരു യുദ്ധത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യ ആകെ പ്രതിസന്ധിയിലാണ്. എന്തായാലും പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും അത് സ്ഥിര പരിഹാരത്തിലേക്ക് നീങ്ങിയിട്ടില്ല. അവിടെയും ചർച്ചകൾ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ പ്രധാന കാരണം അമേരിക്കയുടെ അമിതമായിട്ടുള്ള ആവശ്യങ്ങളാണെന്നാണ് ഇറാന്റെ വാദം. എന്തായാലും ഉപരോധം തുടർന്നുകൊണ്ട് നാവിക നിയന്ത്രണങ്ങൾ നിലനിർത്തിക്കൊണ്ട് സൈനിക ഭീഷണികൾ ഉയർത്തിക്കൊണ്ട് യഥാർത്ഥ യന്ത്രം സാധ്യമല്ല എന്നാണ് ഇറാൻ പറയുന്നത്. പരസ്പര ബഹുമാനത്തിലും തുല്യതയിലും അധിഷ്ഠിതമായിട്ടുള്ള ചർച്ചകളിലാണ് പരിഹാരത്തിലേക്കുള്ള ഏക മാർഗമെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും സമ്മർദ്ദവും ഭീഷണി ഉപയോഗിച്ച് ഒരു രാഷ്ട്രത്തെ വഴിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ പലതവണ പരാജയപ്പെട്ടതുപോലെ ഇവിടേക്കും അത് ഫലമായിരിക്കുമെന്നതാണ് ഇറാന്റെ ആത്മവിശ്വാസം. എന്തായാലും പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണം ഇറാൻ അല്ല, മറിച്ച് പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലും പതിറ്റാണ്ടുകളായിട്ടുള്ള അധിനിവേശ രാഷ്ട്രീയവുമാണെന്ന വാദം ഇറാൻ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. മേഖലയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നത് പ്രാദേശിക തര ശക്തികളുടെ സാന്നിധ്യമാണെന്നും യഥാർത്ഥ സമാധാനം പ്രാദേശിക രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ സാധ്യമാകൂ എന്നും അവർ പറയുന്നു. ഇത് വെറും ഒരു നയതന്ത്ര വാചകമല്ല. കഴിഞ്ഞ വർഷങ്ങളിലെ യുദ്ധങ്ങളും കലാപങ്ങളും തകർന്ന മേഖലയിലെ പലർക്കും യാഥാർത്ഥ്യമായി തോന്നുന്ന വാദമാണ്. ഇനി ചർച്ചകളില്ല, വെറും കണക്കുകൾ മാത്രമാണ്. പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് ഇറാൻ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്ന് മാത്രമാണ്: കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാമെന്നും ഭീഷണികൾ കൊണ്ട് മുട്ടുകുത്തിക്കാമെന്നും കരുതിയവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു പുതിയ ഇറാന്റെ ഉദയമാണ് ഇനി കാണാൻ പോകുന്നത്. എന്തായാലും ഇത് വെറും ഒരു പ്രതിരോധത്തിന്റെ കഥയല്ല, മറിച്ച് കടന്നാക്രമിക്കുന്നവന് അവന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകുന്ന വീര്യത്തിന്റെ ഒരു അനുഭവം കൂടിയാണ്. എന്തായാലും നിങ്ങൾ ഒരു പ്രഹരം നൽകിയാൽ 10 പ്രഹരങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുക എന്ന IRGC കമാൻഡർമാരുടെ വാക്കുകൾ വെടിയുണ്ടകളേക്കാൾ പ്രഹരശേഷിയുള്ളതാണ്. പശ്ചിമേഷ്യയിലെ ചതുരംഗളത്തിൽ ഇനി കരുനീക്കങ്ങൾ ഏകപക്ഷീയമാകില്ല. അമേരിക്കയുടെ ഓരോ നീക്കത്തിനും ഇറാൻ കരുതി വെച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണ്. ലോകം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭീഷണികൾക്ക് മുന്നിൽ പതർന്ന ഇറാന്റെ ചിത്രമല്ല, മറിച്ച് മുറിവേറ്റ സിംഹത്തെ പോലെ തിരിച്ചടിക്കാൻ ആവനാഴിയിൽ അസ്ത്രങ്ങൾ നിറച്ച് കാത്തിരിക്കുന്ന ഒരു വൻ ശക്തിയുടെ ഗർജനത്തെയാണ്. ഇതിനിടയിലും അമേരിക്ക വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുന്നതിനിടയിൽ സൈനികമായിട്ടുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് മേഖലയിൽ വൻതോതിലുള്ള നാവിക സന്നാഹം വിന്യസിച്ച് അമേരിക്ക രംഗത്തെത്തുമ്പോൾ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ: അത് ഏത് രീതിയിലുള്ള സൈനിക വിന്യാസവും ആക്രമണങ്ങളുമാണെങ്കിലും അത് ഒരിക്കലും ഇറാന്റെ മുന്നിൽ വില പോകില്ല എന്നതാണ്. എന്തായാലും 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് 3 അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഒരേ സമയം മേഖലയിൽ നിലയുറപ്പിക്കുന്നത്.
വെടിനിർത്തൽ നീട്ടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായെങ്കിലും സൈനികമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ അസാധാരണമായിട്ടുള്ള വിന്യാസത്തിലൂടെ വൈറ്റ് ഹൗസ് നൽകുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഉപരോധങ്ങൾക്കും കടൽ കൊള്ള ആരോപണങ്ങൾക്കും തടയിടുക എന്നതാണ് ഈ പ്രധാന ലക്ഷ്യമെന്നാണ് ഈ പറയുന്ന ട്രംപ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവിടെ എല്ലാം കൊണ്ടും സജ്ജമാണ്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അതുവഴി 36 കപ്പലുകൾ പോയി. ചൈനീസ് കപ്പലൊക്കെ യാതൊരു പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് അതുവഴി കടന്നു വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്രത്തോളമാണ് ട്രംപ് താഴ്ന്നു പോയത് എന്നത്. എന്തായാലും ട്രംപിന്റെ ഈ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധവാഹിനി കപ്പലുകളും ജെറ്റുകളും എല്ലാം ഡ്രോണുകളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും ഇറാന്റെ മുന്നിൽ വില പോകില്ല. കാരണം ഇറാന്റെ കയ്യിലിരിക്കുന്ന അത്യുഗ്രമായിട്ടുള്ള ഈ പറയുന്ന യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഒന്നും തന്നെ അമേരിക്കയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെത്ര ഭീഷണിപ്പെടുത്തിയാലും ഭയപ്പെടുത്തിയാലും വെല്ലുവിളിച്ചാലും അതൊന്നും ഇറാനെ ബാധിക്കില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം നടത്തുന്ന രീതിയിലാണ് നാവിക വ്യൂഹം സജ്ജമാക്കിയിരിക്കുന്നത്. പക്ഷെ അത്തരം രീതിയിലേക്ക് പോകുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോയിട്ട് ഒരു ആക്രമണം നടത്തി വലിയ രാജാവ് കളിച്ച് ലോക പോലീസ് കളിക്കേണ്ട ഒരു ആവശ്യം ഇറാനില്ല. അവർ സത്യസന്ധതയുടെ ഒരു ആൾരൂപം പോലെയാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾക്ക് അവർ അതിനധികം തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കും അനാവശ്യമായിട്ടുള്ള ആക്രമണങ്ങളിലേക്കും ഇറാൻ ഇതുവരെ കടന്നു കയറിയിട്ടില്ല. അതാണ് ഇറാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരം നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിലും അതൊരിക്കലും അത് ഇറാന്റെ ഒരു രോമത്തിൽ പോലും ഏൽക്കില്ല എന്നതാണ് മറ്റൊരു സത്യം. ഈ കപ്പലുകളൊക്കെ വീണ്ടും തിരിച്ചു പോകേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ഇത് യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാന്റെ തീരത്ത് നങ്കുരം ഇട്ടിരുന്നു എന്നുള്ള വാർത്തകളായിരുന്നു വന്ന. പിന്നീട് ആ എബ്രഹാം ലിങ്ക് എന്ന് പറയുന്ന കപ്പലുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചു. അത് ഇറാൻ തൊടുത്തുവിട്ട ആക്രമണമല്ല, ഈ ഷോർട്ട് സർക്യൂട്ട് വഴിയാണ് അവിടെ തീപിടുത്തം ഉണ്ടായത് എന്ന് ട്രംപ് പറയുമ്പോഴും ഇറാൻ വാദിക്കുന്നത് അങ്ങനെയല്ല. തങ്ങളുടെ ആക്രമണം മൂലമാണ് ഈ പറയുന്ന കപ്പലുകൾക്ക് ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചത് എന്നാണ്. എന്തായാലും ഈ പറയുന്ന സജ്ജമായിട്ട് വലിയ രീതിയിലുള്ള സൈന്യത്തെ കൊണ്ടുവന്നിട്ട് ഒരു ആക്രമണം പൊട്ടിപ്പുറപ്പെടുവിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും പശ്ചിമേഷ്യയെ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ഈ അമേരിക്ക തന്നെയാണ്. ലോകരാജ്യങ്ങൾ ഇന്ന് ഈ പ്രതിസന്ധി അനുഭവിക്കുന്നതിനുള്ള ഏക കാരണവും അമേരിക്ക തന്നെയാണ്.